ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ബി ബഡീസ്. അപ്പോൾ നമ്മുടെ പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവൻ്റൊക്കെ ഇപ്പോൾ ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പിച്ച് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇവൻറ്റ് തീരും. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഗൈസ് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ പിച്ച് ബീറ്റ്സ് എന്നുള്ള ഇവൻറ്റ് തീരാൻ. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്കിതേ നമ്മുടെ ടീം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീമിൽ ലെഫ്റ്റ് വിങ് ഹസാഡ് 107 ഹസാഡാണ് എടുക്കുന്നത്. ഹസാഡിന് മാറ്റം ഞാൻ കുറച്ച് ദിവസം വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ എക്സ്ട്രാ ടൈമിൽ പോയേ, എന്നിട്ട് എക്സ്ട്രാ ടൈമിൽ പോയിട്ട് നമ്മുടെ ഇവൻസിൽ നിന്ന് നമ്മുടെ ഈ 10,000 ഈ എക്സ്ട്രാ ടൈം പോയിൻറ്റ്സ് വെച്ചിട്ടുള്ള ഈ ലലീഗ പാക്ക് ഞാൻ ഓപ്പൺ ചെയ്തിരുന്നത് ഇത് നോക്കി ഓപ്പൺ ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയത് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ കണ്ട പോലത്തെ ഒരു കിണ്ണങ്കാച്ചി വൈബ് ഐക്കൺ പ്ലെയറിനെയാണ്. അപ്പോൾ അതാരെയാണ് കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമിലേക്ക് വന്ന് റിസീവേഴ്സിലേക്ക് വരുമ്പോൾ യെസ് ഗൈസ്, ഇറ്റ്സ് ദി ഫ്രഞ്ച് ലെജൻഡ് റിബേറി 105 റിബേറി ലെഫ്റ്റ് വിങ് ട്രോഫി ടൈറ്റൻസ് കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിബേറി 105. ഫ്രീ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഫ്രീ അല്ല, നമുക്ക് മറ്റേ എക്സ്ട്രാ ടൈമിൻ്റെ ഇത് കൊടുത്തിട്ട് കിട്ടിയാണ്. ഫ്രാൻസ് ലെഫ്റ്റ് വിങ് ആണ്. നമുക്ക് നമ്മുടെ ഹസാഡിന് എന്തായാലും റിബേറിനെ വെച്ച് മാറ്റാം. അപ്പോൾ റിബേറിയുടെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ 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 നല്ലതാണ്. പേസും നല്ല ആക്സിലറേഷനും എല്ലാം നല്ലതാണ്. പേസ് 118, ഷൂട്ടിംഗ് 111, പാസിംഗ് 103, ഡ്രിബിളിംഗ് 120, ഡിഫെൻഡിങ്ങും ഫിസിക്കലും കുറവാണ്. ബട്ട് നമുക്കത് റാങ്ക് അപ്പ് ചെയ്താലും ട്രെയിൻ ചെയ്താലും മാറ്റാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫ്രാങ്ക് റിബേറിയുടെ കാർഡ് ഒന്ന് റാങ്ക് അപ്പ് ചെയ്യാം. ഫസ്റ്റ് മെസ്സറാനോന്ന് വെച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് ആൻ സക്സസ്. അപ്പോൾ ഇത് സക്സസ്, ഗ്രീൻ റാങ്ക് അപ്പ് ആയിട്ടുണ്ട്. ദെൻ നമുക്കിതേ അടുത്ത മെസ്സറാനോന്ന് വെച്ചിട്ട് ഒന്നും കൂടി റാങ്ക് അപ്പ് ചെയ്യാം. അപ്പോൾ അടുത്ത റാങ്ക് അപ്പും കൂടിയും സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ഒരു മെസ്സറാനേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മെസ്സറാനോന്ന് വെച്ചിട്ട് നമുക്കൊന്ന് റാങ്ക് അപ്പ് ചെയ്ത് നോക്കാം ഗൈസ്. ഒരു പ്രതീക്ഷയില്ല, റാങ്ക് അപ്പ് ചെയ്യാം. ഐ ഡോണ്ട് നോ ഗൈസ്. യെസ് ഗൈസ്, ഇറ്റ്സ് ആൻഡ് സക്സസ് ഗൈസ്. അപ്പോൾ നമ്മുടെ റിബേറിയുടെ കാർഡ് ഇതേപ്പോൾ സക്സസ് ആയി റാങ്ക് അപ്പ് ചെയ്ത് 108 ലെഫ്റ്റ് വിങ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഹസാഡിൻ്റെ ട്രെയിനിങ് ട്രാൻസ്ഫർ ഒന്ന് ചെയ്യാം. അത് നമുക്ക് റിബേറിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ റിബേറി ഹസാഡിൻ്റെ 0യും റിബേറിയുടെ 7 തിരിച്ച്. അപ്പോൾ റിബേറി 108 OVR റിബേറി ഗൈസ്. അപ്പോൾ നമുക്ക് റിബേറിനെ മാറ്റാം ഗൈസ്. നമ്മളിപ്പോൾ നമ്മുടെ റിബേറിനെ മാറ്റി റിബേറിനെ ആക്കിയിട്ടുണ്ട്. ഇനി ഹസാഡിനെ പിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏകദേശം ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ റിബേറിയുടെ ഇത് ഫുള്ളും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊന്ന് റിബേറിയുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കാം, വല്ല മാറ്റം ഉണ്ടോയെന്ന്. പേസ് 130, ഷൂട്ടിംഗ് 118, പാസിംഗ് 108. പിന്നെ നമുക്ക് സ്കിൽ പോയിൻറ്റ്സ് ഒന്ന് കൂട്ടാം. മെയിനായിട്ട് എനിക്ക് വേണ്ടത് ഡ്രിബിളിംഗ് ആണ്. ഡ്രിബിളിംഗ് അപ്പോൾ ഗൈസ് ഡ്രിബിളിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രിബിളിങ്ങും കൂടി ചെയ്തപ്പോൾ നമ്മുടെ കാർഡ് ഇത്തിരി കൂടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഡ്രിബിളിങ് നമുക്ക് ഇത്തിരി കൂടി നമ്മുടെ ഡിസ്റ്റൻസ് കൂടിയിട്ട് 138 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ഫ്രഞ്ച് ലെഫ്റ്റ് വിങ് റിബേറിയുടെ കാര്യം. അപ്പോൾ ട്രോഫി ടൈറ്റൻസിൻ്റെ കാർഡാണ്, കുറച്ച് വേണ്ടി പഴയ കാർഡാണ്. അപ്പോൾ നമ്മുടെ വീണ്ടും നമുക്ക് തിരിച്ച് ടീം വരുമ്പോൾ നമ്മുടെ നെസ്റ്റൊക്കെ പഴയ പടി നിൽക്കുന്നുണ്ട്. നെസ്റ്റൊക്കെ സെറ്റ് കളിയും നല്ല ഡിഫൻസൊക്കെയാണ് കേട്ടോ നെസ്റ്റ. അപ്പോൾ നെസ്റ്റ നമ്മൾ കുറച്ച് സ്കിൽ പോയിൻറ്റ്സൊക്കെ കൂട്ടിയിരുന്നു. അപ്പോൾ അതാണ് നമ്മുടെ നെസ്റ്റ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് കാര്യങ്ങൾ. പിന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം എന്ന് പറഞ്ഞുള്ള എൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീമിക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നമുക്ക് നമ്മുടെ ജീസൂസ് യൂനസിൻ്റെയും പിന്നെ ഡ്യൂസാൻ ലാഗാറ്റോറിൻ്റെയും പുതിയ കാർഡ്സ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബിൽ ഉള്ള കാർഡ്സ് വന്നിരുന്നു. നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലേയേഴ്സിൻ്റെ കാർഡ്സ് ഒന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ റാങ്ക് അപ്പ് ഞാൻ എത്ര ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇനി ഞാൻ നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ വാങ്ങിക്കാനായിട്ടുള്ള കാർഡ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. മാർക്കറ്റിൽ പോയിട്ട് എൻ്റെ ഒരു ഇത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കാർഡ്സ് ഒന്നും നമ്മുടെ സച്ചിൻ സുരേഷ്, ഹോമി പാം, പിന്നെ വിപിൻ, അസർ, ഈമൻ, ഇഷാൻ, നമ്മുടെ സന്ദീപ് സിംഗ്, പിന്നെ നമ്മുടെ ഡാനിഷ് ഫാറൂഖ്, ഇവരൊന്നും കാർഡ് ഞാൻ എത്ര ദിവസമായി എന്നറിയാം വാങ്ങിക്കിട്ടിട്ട് കിട്ടിയില്ല ഗൈസ്, തരുന്നില്ല. അത് ഈ കാണിച്ചൊരു ഇതാണ്. അപ്പോൾ ഈ എന്താണോ നമുക്ക് കാർഡ്സ് ഒന്നും തരാത്തത്. അപ്പം നമ്മുടെ ഫ്രാങ്ക് റിബേറി എന്ന ഫ്രഞ്ച് എന്താ പറയുക ഫ്രഞ്ച് ലെജൻഡിൻ്റെ പാക്ക് ഓപ്പണിംഗ് ഒന്ന് കാണിച്ചു തരേ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രഞ്ച് ലെഫ്റ്റ് വിങ് ലെജൻഡ് ഫ്രാങ്ക് റിബേറിയുടെ കാർഡ് ഓപ്പണിംഗ്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാഗാണല്ലോ. ഓക്കെ ഗൈസ്, ദെൻ ഫ്രാൻസ് ലെഫ്റ്റ് വിങ് ഐക്കൺസ് ഗൈസ്, ട്രോഫി ടൈറ്റൻസ് ഫ്രാങ്ക് റിബേറി. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ റിബേറിയുടെ കാർഡ് ഓപ്പണിംഗ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റിബേറിയും നമ്മുടെ ഇപ്പോഴത്തെ ഫുൾ സ്ക്വാഡുള്ള ഈ ടീമും വെച്ചിട്ട് ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കുക. അപ്പോൾ നമ്മൾ ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കാൻ പോവാണ്. അപ്പോൾ ഡിവിഷൻ റൈവൽസ് ഹെഡ് ടു ഹെഡ്. ഞാൻ ഹെഡ് ടു ഹെഡ് അങ്ങനെ കളിക്കാറില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മാച്ചിന് വേണ്ടി സെർച്ച് ചെയ്യുകയാണേ.
അപ്പോൾ ഗൈസ് നമ്മുടെ മാച്ച് ഇതേ സെറ്റായിട്ടുണ്ട്. അപ്പോൾ വേറെ ഒരു അബാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അൽ ഇത്തിഹാൽ ക്ലബിൻ്റെ ലോഗമാണ് ആൾ യൂസ് ചെയ്യണത്. ആളുടെ ഹോം ക്ലബ്ബ് അതാണ്, ഹോം ടീം അതാണ്. അപ്പോൾ ആളായിട്ട് നമുക്ക് ഹെഡ് ടു ഹെഡ് കളിക്കാം. ഇതാണ് നമ്മുടെ ടീം 109. അപ്പോൾ ആളുടെ ടീം നമുക്കൊന്ന് നോക്കാം. ആളുടെ ടീം നോക്കുമ്പോൾ ഗൈസ് ഹീസ് എ ബിഗിനർ. ഐ തിങ്ക് ഹീസ് എ ബിഗിനർ ഗൈസ്. ദെൻ നമുക്ക് കളി തുടങ്ങാം ഗൈസ്. നമ്മളിതേ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു ഗോൾ ഗൈസ് എൻട്രിക്കിൻ്റെ ഒരു ഗോൾ ശ്രമമായിരുന്നു, ബട്ട് അത് പോയി ഗൈസ്. അപ്പോൾ വീണ്ടും ഗോൾ കിക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ റിബറിയിൽ നിന്ന് നേരെ ബെക്കത്തിന് പാസ് കിട്ടിയിട്ടുണ്ട്. ബെക്കം ഗൈസ് ബെക്കത്തിൻ്റെ കയ്യിൽ നിന്ന് എൻട്രിക്കിനല്ല റിബറിക്ക് തന്നെ. റിബറിയുടെ പവർഫുൾ ഷോട്ട് ഗൈസ്. റിബറി നമ്മുടെ ബ്രാൻഡ് ന്യൂ ലെഫ്റ്റ് വിങ് റിബറിയുടെ ഫസ്റ്റ് ഗോളാണ് ഗൈസ് ഇത്. നമുക്ക് ഗോളിൻ്റെ റീപ്ലേ ഒന്നുകൂടിയും കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ റിബറിയുടെ സെലിബ്രേഷനൊക്കെ സെറ്റ് സെലിബ്രേഷനായ നീസ്ലേഡാണ് നമ്മുടെ റിബറിയുടെ സെലിബ്രേഷൻ. അപ്പോൾ ഗൈസ് ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് റിബറിയുടെ പവർ ഷോട്ട്, ദെൻ ഗോൾ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി കളിക്കാം. അപ്പോൾ ഗൈസ് റിബറി നേരെ അസിസ്റ്റാണ് ഗൈസ്. ദെൻ എൻട്രിക്കിന് റിബറി കൊടുത്ത പാസിൽ റിബറിക്ക് അസിസ്റ്റ്, എൻട്രിക്കിന് ഗോൾ. ദെൻ നൗ ലീഡിങ് 2-0 ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നമ്മുടെ എൻട്രിക്കിൻ്റെ ഗോളൊന്ന് കാണാം. റിബറിയുടെ നേരെ പാസ്സാണ് കേട്ടോ ഗൈസ് എൻട്രിക്കിലേക്ക്. ദാൻ എൻട്രിക്കിൻ്റെ ഒരു ഷോട്ട്, കർവിങ് ഷോട്ട്, ഒരു ചെറിയൊരു കർവിങ് ഷോട്ടായിരുന്നു. ഇറ്റ്സ് ഗോൾ ഗൈസ്. ഇപ്പോൾ ഹാഫ് ടൈം ആവാൻ പോണേ. അവരുടെ ഒരു മുന്നേറ്റമൊക്കെയാണ്. ഗൈസ് നമ്മുടെ നെക്സ്റ്റ് അത് തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് അടുത്ത ഹാഫിൽ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ അടുത്ത ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ കിക്ക് ഓഫാണ്. ദെൻ അപ്പോൾ ഗൈസ് നമ്മുടെ ഒപ്പോണൻസിൻ്റെ ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. അവരെ അടിച്ചു. നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ടായി. റിബറിയൊക്കെ ഇറങ്ങി ഒന്ന് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിബറീസ് കാർഡ് ഈസ് നൈസ് കാർഡ് ഗൈസ്. ആളുടെ സ്റ്റാറ്റ്സും സ്റ്റേറ്റ്സും എല്ലാം നല്ലതാണ്. നമ്മുടെ എൻട്രിക്കിനെ ഒരു ലെവൻഡോസ്കി കയറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ആൾ പിന്നെ ബിഗിനറാണ് നമ്മുടെ ഒപ്പോണൻ്റ്, അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല ജയിക്കാൻ. ഗൈസ് റിബറിക്ക് വീണ്ടും ബോൾ കിട്ടി ഗൈസ്. റിബറിയുടെ റെയിൻബോ, ദെൻ ലെവൻഡോസ്കി ഗൈസ്. ലെവൻഡോസ്കി വിത്ത് ദി ബോൾ. ലെവൻഡോസ്കി ഗൈസ് ഷോട്ട് മാറിപ്പോയി ഗൈസ്. ഓക്കെ ഗൈസ് കളി ഗൈസ് അവസാനത്തെ മിനിറ്റ്സിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. യെസ് ഗൈസ് അങ്ങനെ കളി കഴിഞ്ഞു. നമ്മൾ ജയിച്ചു 2-0. അപ്പോൾ അബാൻ എന്ന് പറഞ്ഞിട്ടുള്ള അൽ ഇത്തിഹാൽ ഹോം ലോഗുള്ള ക്ലബ്ബായിട്ട് നമ്മൾ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കാണിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ ഫുട്ബോൾ മാച്ചും റിബറിയുടെ കാർഡിൻ്റെ റാങ്ക് അപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ നെക്സ്റ്റിക്കൊന്നും കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ